പ്രിയമുള്ളവരെ, വചനജ്വാല 1177 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 20 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചനവായനയിൽ ജോബിൻ്റെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. സോഫാർ വീണ്ടും സംസാരിക്കുന്നു. നാമാത്യനായ സോഫാർ പറഞ്ഞു, അക്ഷമ നിമിത്തം മറുപടി പറയാൻ എന്നിൽ ചിന്തകൾ ഉയരുന്നു. എന്നെ നിന്ദിക്കുന്ന ശകാരങ്ങൾ ഞാൻ കേൾക്കുന്നു. മറുപടി പറയാൻ ഞാൻ ഉത്തേജിതനാകുന്നു. പണ്ട് മുതൽക്കേ മനുഷ്യൻ ഭൂമുഖത്ത് ഉത്ഭവിച്ച കാലം മുതൽക്കേ നിനക്ക് അറിയില്ലേ? ദുഷ്ടന്റെ ജയഭേരി ക്ഷണികമാണെന്ന്, അധർമ്മിയുടെ സന്തോഷം നൈമിഷികമാണെന്ന്. അവൻ ആകാശത്തോളം ഉയർന്നാലും അവൻ്റെ ശിരസ് മേഘങ്ങളെ ഉരുമ്മി നിന്നാലും തൻ്റെ വിസർജന വസ്തു പോലെ അവൻ നശിച്ചു പോകും. അവൻ എവിടെയെന്ന് അവനെ മുൻപ് കണ്ടിട്ടുള്ളവർ ചോദിക്കും. സ്വപ്നം പോലെ അവൻ മാഞ്ഞു പോകും. പിന്നീട് അവനെ കാണുകയില്ല. ഒരു നിശാദർശനം പോലെ അവൻ പലായനം ചെയ്യും. അവനെ കണ്ടിട്ടുള്ള കണ്ണുകൾ ഇനി അവനെ കാണുകയില്ല. അവൻ്റെ പാർപ്പിടം അവനെ ദർശിക്കുകയില്ല. അവൻ്റെ മക്കൾ ദരിദ്രരുടെ കാരുണ്യം യാചിക്കും. അവൻ്റെ സമ്പത്ത് അവൻ തന്നെ തിരിച്ചു കൊടുക്കും. അവൻ്റെ അസ്ഥികളിൽ യുവത്വം തുളുമ്പി നിൽക്കുന്നു. എന്നാൽ അത് അവനോടുകൂടി പൊടിയിൽ കിടക്കും. അവൻ്റെ നാവിനെ തിന്മ മധുരമായി തോന്നിയേക്കാം. അവനത് നാവിനടിയിൽ ഒളിച്ചു വച്ചേക്കാം. രുചി ആസ്വദിക്കാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു. വിഴുങ്ങിയ സമ്പത്ത് അവൻ ഛർദ്ദിക്കുന്നു. ദൈവം അവൻ്റെ ഉദരത്തിൽ നിന്ന് അത് പുറത്ത് കൊണ്ടുവരുന്നു. അവൻ സർപ്പവിഷം കുടിക്കും. അണലിയുടെ കടിയേറ്റ് മരിക്കും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ എഡ്മണ്ട് രാജാവിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. 840 കാലഘട്ടത്തിൽ ഈസ്റ്റ് ആംഗിൾസിൻ്റെ രാജാവായ ഓഫ വാർദ്ധക്യം പ്രായശ്ചിത്തത്തിൽ ചിലവഴിക്കാൻ വേണ്ടി 15 വയസ്സുള്ള തൻ്റെ മകൻ എഡ്മണ്ടിനെ രാജ്യഭരണം ഏൽപ്പിച്ചു. 855 ക്രിസ്മസ് ദിവസം ഭക്തനായ രാജാവിനെ എൽമോർ ബിഷപ്പ് ഹൂബർട്ട് കിരീടമണിയിച്ചു. യുവ രാജാവിൻ്റെ എളിമയും സുഹൃത ജീവിതവും എല്ലാവർക്കും മാതൃകയാണ്. മുഖസ്തുതി ഇദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ദരിദ്രർക്കും വിധവകൾക്കും അനാഥർക്കും അദ്ദേഹം പിതാവായിരുന്നു. 15-ാം വർഷം വന്യജാതിക്കാർ രാജ്യം ആക്രമിച്ച് ഒരുപാട് പേരെ വധിച്ചു. എഡ്മണ്ട് യുദ്ധത്തിന് തയ്യാറായിരുന്നില്ല. എന്നിട്ടും അവനെ തോൽപ്പിച്ചു. പിന്നീട് ഒരു വൻ സന്നാഹമായി വന്ന് ഇദ്ദേഹത്തെ ആക്രമിച്ച് കീഴടക്കി. മതവിരുദ്ധ നിലപാടെടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് ചാട്ടവാറുകൊണ്ട് അടിച്ച് മരത്തിൽ കെട്ടി പിച്ചിക്കീറുകയും
അസ്ത്രങ്ങൾ അയച്ച് ശരീരം ആഴമുള്ള മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്തു. എല്ലാം ശാന്തതയോടുകൂടെ ഈശോ നാമം വിളിച്ച് സഹിച്ചു. അവസാനം ശിരസ് ഛേദിച്ച് രക്തസാക്ഷിത്വ മകുടം ചൂടുകയാണ് ഉണ്ടായത്. പ്രിയരെ, ഇന്നു തന്നെ വലോയിലെ വിശുദ്ധ ഫെലിക്സിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. ധീര രക്തസാക്ഷിയായ വിശുദ്ധ എഡ്മണ്ട് രാജാവിൻ്റെയും വിശുദ്ധ ഫെലിക്സിൻ്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു.